15 വർഷത്തെ വിശ്വാസം. ഇനി വിദേശ വിദ്യാഭ്യാസം വിശ്വസ്തരിലൂടെ. നീതൂസ് സ്റ്റഡി അബ്രോഡ്. 4 മാസത്തെ ഒരു ബേബി ഗേൾ ഉണ്ടായ ഇടവേളയ്ക്ക് ശേഷം ഞാൻ എടുക്കുന്ന ആദ്യ മൂവി പ്രൊമോഷന്റെ പേരാണ് ബേബി ഗേൾ. നിങ്ങളുടെ പേരെന്താ? രാഗ. ബേബി ഗേൾ. ഓക്കെ, ഈ സിനിമ ബേബി ഗേൾ എന്നൊരു സിനിമ ഇറങ്ങിയ ഒരു ബേബി ഗേളിന് കിട്ടുന്നതിന് എന്റെ വീട്ടിൽ കല്യാണത്തെ പറ്റി ചിന്തിക്കാറില്ല. ഒരു പെൺകുട്ടിയുടെ ജീവിതം കൂടി തകർക്കരുത്, അങ്ങനെ ആ ലൈൻ. അല്ല, 2 ദിവസമായിട്ട് വെള്ളത്തുള്ളിയാന്ന് എന്നോട് പറഞ്ഞു. ഒരാള് തേച്ചിട്ട് പോയ കഥകളുണ്ടോ? ഉണ്ട്, തീർച്ചയായും. അത് കറക്റ്റ് ആട്ടോ. ഞാൻ ഇതുപോലെ ബ്രേക്കപ്പിൽ കൂടെ കടന്നു പോയിട്ട് അവസാനം കേരള മാട്രിമോണിയിൽ കല്യാണം കഴിച്ചത്. ഞാനൊരു ഗേൾ ആയിരുന്നെങ്കിൽ എന്ന ജീവിതത്തിൽ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എപ്പോഴായിരുന്നു ചിന്തിച്ചത്? എനിക്ക് പെൺകുട്ടികളുടെ ഭംഗി ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതുപോലത്തെ ഭംഗി നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ എടി പെണ്ണേ, നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ബർത്ത് ഇയർ ഓഫ് യുവർ വൈഫ്. വൈഫോ? വൈഫില്ല, അത് അങ്ങോട്ട് വേറെ വരോ. ആണോ? ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹലോ എവ്രിവൺ, വെൽക്കം ടു ദ ഷോ. ബേബി ഗേൾ വിശേഷങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നു സംഗീത് പ്രതാപ്, ലിജോ മോൾ ആൻഡ് അഭിമന്യു. വെൽക്കം ടു ദ ഷോ. ഞാൻ ആദ്യം പറയാൻ പോകുന്ന കാര്യത്തിൽ നിങ്ങൾ എല്ലാവരും നന്നായി കൈയടിക്കണം. അതായത് ഒരു 4 മാസത്തെ ഒരു ബേബി ഗേൾ ഉണ്ടായ ഇടവേളയ്ക്ക് ശേഷം ഞാൻ എടുക്കുന്ന ആദ്യ മൂവി പ്രൊമോഷന്റെ പേരാണ് ബേബി ഗേൾ. അല്ല, എനിക്കൊരു സന്തോഷം കിട്ടി. നിങ്ങൾക്കില്ലേ? ആക്ച്വലി കൈയടിക്കില്ല തീരുമാനിച്ചിരുന്ന, പക്ഷേ ബേബി ഗേൾ. അതെ അതെ, രാഗ എന്നാണ് പേര്. ഞാൻ എന്റെ പ്രൊമോഷൻ അങ്ങ് ഇട്ടങ്ങ് തുടങ്ങട്ടെ. കുട്ടിയുടെ പേരെന്താ? രാഗ. ബേബി ഗേൾ. അതാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ആദ്യമായി ആരംഭിക്കുന്നത്. കല്യാണം കഴിക്കാത്ത അഭിമന്യുവിനെ ഒഴിച്ചു നിർത്തിക്കൊണ്ട് ഞാൻ നിങ്ങളോട് രണ്ടുപേരോടും ആ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ചോദ്യം ചോദിക്കട്ടെ? വേണ്ട, ചോദിക്കട്ടെ? അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളൊക്കെ എന്നാ ഒരു ബേബി ഗേളിനെ കുറിച്ച് ആലോചിക്കുന്നത്? ഇതാണ് ജീവിതത്തിൽ ഒരു ബേബി ഗേളിനെ കുറിച്ച് അഭി എന്നാ ആലോചിക്കുക? അല്ലല്ല, അത് നമ്മുടെ ലൈഫിലേക്ക് വരുന്ന ഗേൾ ആദ്യം ബേബി ഗേളാ, പിന്നെ അങ്ങോട്ടാ ഗേള് ലേഡി ഫീമെയിൽ എന്നൊക്കെ ആവുക. അങ്ങനെ ആ ബേബി ഗേളിനെ കുറിച്ച്, നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ബേബി ഗേളിനെ കുറിച്ച് എന്നാ ആലോചിക്കുക? ഓൾറെഡി ആലോചിച്ചിട്ടുണ്ടോ? കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? ഉറപ്പാണോ? 2 തരം 3 തരം ഉറപ്പാണോ? ഓക്കെ, കയ്യിലൊരു ബേബി ഗേളിനെ കിട്ടുന്നതിന് സംഗീതിനോട് അതെന്താണ് ആ സുദിനം? പക്ഷെ ഈ സിനിമ ആണല്ലേ? ഓക്കെ, അതെ അതെ, അത് കറക്റ്റ്. ഓക്കെ, ഈ സിനിമ ബേബി ഗേൾ എന്നൊരു സിനിമ ഇറങ്ങിയപ്പോഴത്തേക്ക് നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇങ്ങനെ ഒരു ചോദ്യം വരുമോ എന്ന് നിങ്ങളൊക്കെ പേടിച്ചിരുന്നോ? ഏത് തരത്തിലും കോണ്ടെക്സ്റ്റ് എന്തോ ആകാലോ. അങ്ങനെ പോലില്ലേ? ഒരു പെൺകുട്ടിയുടെ ജീവിതം കൂടി തകർക്കരുത്, അങ്ങനെ ആ ലൈൻ. സാധാരണ അങ്ങനെയൊന്നും അല്ലല്ലോ. എന്നെ കുറിച്ച് എന്താ വീട്ടുകാർക്ക് ഒരു ആകുലത ഇല്ലാത്തത് എന്ന് നമ്മൾ ചിന്തിക്കില്ലേ? എനിക്കവിടെ ഇതിന് ഈ ഒരു കാര്യത്തെ പറ്റി എനിക്ക് അങ്ങനെ ഒരു സംഭവം വീട്ടിലുണ്ടായിട്ടില്ല, ഇന്നേവരെ ഉണ്ടായിട്ടില്ല. കല്യാണത്തെ പറ്റി എന്റെ വീട്ടിലെ പറ്റി യാതൊരു ടോക്കും ഉണ്ടായിട്ടില്ല. പക്ഷെ ജീവിതത്തിൽ സ്വയം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്. പൊട്ടിപ്പൊളിഞ്ഞ് തകർന്ന് ബ്രേക്കപ്പ് ആയി പാട്ട് പാടി അങ്ങനെ നടന്നൊരു അവസരം ഉണ്ടായിട്ടുണ്ടോ ജീവിതത്തില്? ഉണ്ടായിട്ടുണ്ടോ? നടുക്കിരിക്കുന്ന പെൺകുട്ടിയോട് ചോദിക്കട്ടെ, അങ്ങനെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഒരാള് തേച്ചിട്ട് പോയ കഥകളുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അത് കറക്റ്റ് ആട്ടോ. ഞാൻ ഇതുപോലെ ബ്രേക്കപ്പിൽ കൂടെ കടന്നു പോയിട്ട് അവസാനം കേരള മാട്രിമോണിയിൽ കല്യാണം കഴിച്ചതെന്നറിയോ? ട്രൂ. സത്യം പറയാൻ എനിക്കൊരു കുഴപ്പമില്ല. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ നമുക്ക് ബേബി ഗേളിലേക്ക് വരാം. ഞാൻ കുറച്ച് ബേബി ഗേൾ ചോദ്യങ്ങൾ ചോദിക്കട്ടെ? ഞാനൊരു ഗേൾ ആയിരുന്നെങ്കിൽ എന്ന ജീവിതത്തിൽ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എപ്പോഴായിരുന്നു ചിന്തിച്ചത്? എന്താ നിങ്ങളൊക്കെ ചിരിക്കണേ? ഉണ്ട്. എപ്പോഴായിരുന്നു? അതുകൂടെ പറയണം.
അത് വേണം. ചിന്തിച്ചിട്ടുണ്ട്. അത് എപ്പോഴാന്ന് പറ, മറ്റേ എവിടെയെങ്കിലും ക്യൂ നിന്നപ്പോഴത്തേക്ക് ഏതൊരു പെണ്ണായിരുന്നെങ്കിൽ അങ്ങനെ നൈസായിട്ട് ആരോടെങ്കിലും ചോദിച്ചു. അങ്ങനെ പറയുകയാണെങ്കിൽ സ്കൂളിൽ തൊട്ട് പറയേണ്ടി വരും. എനിക്കൊക്കെ അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. പെമ്പിള്ളേരെയൊക്കെ ഒന്ന് കിടങ്ങ് വിടുകള്. എന്നെയൊക്കെ തോടയൊക്കെ അടിച്ച് പൊട്ടിച്ച് പെമ്പിള്ളേരൊക്കെ മാറ്റി തന്നെ വഴക്ക് പറഞ്ഞങ്ങ് വിടും. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഒരു സാർ പ്രിൻസിപ്പാൾ വിനോദ് എന്നായിരുന്നു പുള്ളിയുടെ പേര്. പ്രിൻസിപ്പാളായിരുന്നു. എന്നെയൊക്കെ അടിച്ച് പൊട്ടിച്ച് പെമ്പിള്ളേർ ഞാൻ പറഞ്ഞില്ല അവളെയൊക്കെ മാറ്റി. വിനോദ് സാറിന് പെൺകുട്ടികളോടൊരു പാർഷ്യാലിറ്റി അവിടെ എല്ലാവർക്കും പാർഷ്യാലിറ്റി ആണോ? ഓക്കെ, അങ്ങോട്ട് സംഗീതനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു ഗേൾ ആയിരുന്നെങ്കിൽ എന്ന് എപ്പോഴാണ് ചിന്തിച്ചത്? എനിക്ക് പെൺകുട്ടികളുടെ ഭംഗി ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതുപോലത്തെ ഭംഗി നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആലോചിക്കാറുണ്ട്. ആണ്, അങ്ങനെ പെൺകുട്ടി ആയിരുന്നെങ്കിൽ എന്ന് ആലോചിച്ചിട്ടുണ്ട്. ഓ, റീസണബിൾ ആണ്. ശരി, അപ്പൊ നിങ്ങളെ ഞെട്ടിച്ച ഒരു നിവിൻ പോളി മൊമെന്റ് ഏതായിരുന്നു? എനിക്ക് പേഴ്സണലി വളരെ കുറച്ച് സീൻസ് ഉണ്ടായിരുന്നുള്ളൂ. അത് എനിക്ക് ഒരു മൊമെന്റ് പെർഫോമൻസ് ഒന്നും മാത്രമല്ല, പുള്ളി ടേക്കിന് തൊട്ട് മുമ്പ് നമ്മളിങ്ങനെ റെഡി ആയിട്ടൊക്കെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ചിരിക്കും, നമ്മളെ കൂടെ ചിരിപ്പിക്കും. നമ്മൾ ആ മൂഡിൽ ഇരിക്കുമായിരിക്കും. അപ്പൊ നമ്മളതൊന്ന് വിട്ടുപോകും. എന്നിട്ട് ആക്ഷൻ പറയുമ്പോഴേക്കും പുള്ളി നന്നായി പെർഫോം ചെയ്യും. നമ്മളിങ്ങനെ അയ്യോ പോയി. ഇത് ഞാൻ ഡെലൂലുവിന്റെ കഥയിലും കേട്ടായിരുന്നു ഇതേ സാധനം. അതായത് ആ മൊമെന്റിൽ ഇപ്പൊ ആക്ഷൻ പറയുന്ന മൊമെന്റിൽ നിവിൻ ചേട്ടൻ ആ ക്യാരക്ടറിലേക്ക് ഉണ്ടാവും. നമ്മളിങ്ങനെ പക്ഷെ അപ്പൊ നിവിൻ ചേട്ടൻ തന്നെയല്ലേ പണിയിട്ട്? കാരണം എത്ര ടേക്കുകൾ പിന്നെ നിവിൻ ചേട്ടൻ എടുത്തോണ്ടേ ഇരിക്കണം. അത് ആക്ച്വലി ഞാനിപ്പോ തിരിച്ചു അനുഭവിക്കുന്നുണ്ട്. ടേക്കിന്റെ ഇടയിൽ നിവിൻ ചേട്ടൻ ചിരിച്ചിട്ട് ഞാനിപ്പോ ബന്ധലൈവില് ഞങ്ങൾ ഒരുമിച്ച് വെളുപ്പിനെ ഒരു 5 മണിക്ക് കൂടി ഇതേ സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ട് വരാം. ഒരു സീനിൽ ഞാൻ ഇതുപോലെ പെർഫോം ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ വന്ന് ഡയലോഗ് പറയുമ്പോ നിവിൻ ചേട്ടൻ തല തിരിക്കുക കാണിക്കുക, ക്യാമറയിൽ നന്നായിട്ട് കാണാൻ വരും. അങ്ങനെ പിന്നെ ചിരിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങള് കുറച്ചു നേരം ഹോൾഡ് ചെയ്യും പരിപാടി, ഷൂട്ടൊക്കെ നിർത്തി വെക്കും. ചിരി കഴിഞ്ഞിട്ട് അങ്ങനെ കോമ്പിനേഷൻ സീൻസ് ഉണ്ടായോ അബി? ഇങ്ങനെ ചിരിച്ച അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടോ? അതെ. എന്തായിരുന്നു ആ അവസ്ഥ, മാനസികാവസ്ഥ? നമ്മൾ കരയേണ്ട ഒരു സാധനം വരുന്നു, നിവിൻ ചേട്ടനെ ചിരിപ്പിക്കുന്നു. അപ്പൊ എങ്ങനെ എത്ര ടേക്ക് എടുത്തു അങ്ങനെയൊക്കെയുള്ള? എനിക്കുള്ള സീൻ എനിക്ക് കുറച്ച് സീരിയസ് റോളാണ് അതിനകത്ത്. അപ്പൊ ഞാൻ ആ മസിൽ പിടിച്ച് നിൽക്കുമ്പോഴത്തേക്ക് പുള്ളി എന്തായാലും ഇങ്ങനെ നോക്കിയിട്ട് ചിരിപ്പിക്കും. ഞാൻ കഴിയുന്ന അപ്പോഴേ പോകും. അതെ, ചുമ്മാ ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ കാണിച്ച് കുട്ടികളായി ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പോകും. പുള്ളി സ്വിച്ച് ഇട്ടാണെങ്കിൽ ക്യാരക്ടർ ആവും. റോളിംഗ് ആക്ഷൻ എന്ന് പറയുമ്പോൾ പുള്ളി സ്വിച്ച് ഇട്ടാണെങ്കിൽ എന്ത് കോപ്പറായി കാണിച്ചാലും സ്വിച്ച് ഇട്ടാണെങ്കിൽ ക്യാരക്ടർ ആവും. ഞാൻ പോകും. ഇനിയിപ്പോ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? ഇനിയോട് നിങ്ങൾ തിരിച്ചും ചിരിപ്പിക്കാൻ ശ്രമിക്കണം കേട്ടോ. ഞാനതാ പറയുന്നത്, ഞങ്ങളുടെ അവിടെ തിരിച്ചാ. ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഇംപ്രവൈസേഷന്റെ ഭാഗമായിട്ട് എന്തെങ്കിലുമൊക്കെ കൗണ്ടർ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷോട്ടിന്റെ ഇടയിൽ തിരിച്ചു പോകും. അതൊരു നല്ല ഐഡിയയാണ്, നല്ല പരിപാടിയാണ്. നല്ല രസം. നമ്മള് ചെയ്തോണ്ടിരിക്കുമ്പോ സംഭവം നമ്മുടെ സമയം ഇന്ന് വെളുപ്പിന് 5 മണിക്കാ ഇത് നടക്കുന്നത്. നമ്മളൊക്കെ എങ്ങനെയെങ്കിലും തീർത്തുറങ്ങാം എന്നുള്ള പ്ലാനിലാണെങ്കിൽ കൂടി ആ മൊമെന്റ് വരുമ്പോ എല്ലാരും ഒന്ന് ഓണാവും. അടുത്ത ഡേക്ക് ഭയങ്കര രസമായിരിക്കും ആക്ച്വലി. പക്ഷെ ഞാനിപ്പോ എന്താ ആലോചിച്ചെന്നറിയോ? ഇന്ന് രാവിലെ 5 മണിക്ക് വരെ ഷൂട്ട് ഉണ്ടായിരുന്നു. അതിനുശേഷം ഇവിടെ പ്രൊമോഷൻ, പ്രസ് മീറ്റ്, അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത റൗണ്ട് ഇന്റർവ്യൂസ്, സമയം രാത്രി 9:15. ഈ സമയം വരെ ഇങ്ങനെ ഓൺ ആയിട്ടിരിക്കാനുള്ള എനർജി എവിടെ നിന്നാണ് കിട്ടുന്നത്? അല്ലേ, ഇവിടെ ഒരാൾ 2 ദിവസമായിട്ട് വള്ളം തുഴഞ്ഞോണ്ടിരിക്കുകയാണ്. വന്നപ്പോ തന്നെ എന്നോട് പറഞ്ഞു, ആ സിനിമയിൽ വള്ളം തുഴയിലായിരുന്നു അല്ലേ? ലിജമോടെ 2 ദിവസമായിട്ട് അത് ചെയ്തോണ്ടിരിക്കണേ. അതെ, വരാൻ താമസിച്ചത് അവിടുന്ന് ഒന്നാ പത്തനംതിട്ട മറ്റേ കോന്നി ഫോറസ്റ്റിനകത്താണ്. അപ്പൊ അവിടുന്ന് വരാനുള്ള ബുദ്ധിമുട്ടും ഇതും ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന മൂവി ആക്ച്വലി നമ്മുടെ ഇതുപോലെ ഒരു 1 ഡേ മൂവി, 1 ഡേ അല്ല 1 നൈറ്റ് മൂവിയാണ്. അപ്പൊ ഒരു നൈറ്റ് കാടിനകത്ത് അങ്ങനെയായിരുന്നു. കാട്ടിനകത്തോടുള്ള ട്രാവലാണ്. അപ്പൊ ഒരു കാറിനകത്ത് ഞങ്ങൾ 5 പേര് ഇരിക്കുക. അപ്പൊ ഇതുപോലെ ഒരാൾക്ക് മുങ്ങാൻ പറ്റത്തില്ല, എപ്പോഴും എല്ലാരും വേണം. അതാണ് പ്രശ്നം. കാറിനകത്തായോണ്ട് മുങ്ങാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഒരു സീനാണ്. അതെ, അപ്പൊ വള്ളം തൊഴിലാണ് എവിടെയായിരുന്നു? കാറിനകത്ത്. അതിനകത്ത് വരും അല്ല, 2 ദിവസമായിട്ട് വള്ളം തൊഴിയാന്ന് എന്നോട് പറഞ്ഞു. സിനിമ കാണും, എനിക്ക് അറിയാതെ ചോദിക്കുന്നത്. അതിന്റെ അങ്ങോട്ട് പോയി വരുമ്പോഴേക്കും വള്ളം തൊഴിലൊരു സീൻ വരും. നിങ്ങളൊക്കെ ഇനി വള്ളം തുഴഞ്ഞു, അവിടെ 5 മണി വരെ ഷൂട്ട് എടുത്തു. നിജമോളെന്താ തുഴഞ്ഞോണ്ടിരുന്നത്? എനിക്ക് നോർമൽ ഷൂട്ടാ, പക്ഷെ ഇന്നും നാളെ ഒരു ഷൂട്ട് ഉണ്ടായിരുന്നത് തൽക്കാലത്തേക്ക് നിർത്തി വെച്ചിട്ട് വന്നു. നമുക്ക് ബേബി ഗേൾ ആകെ 4-8 അക്ഷരല്ലേ ഉള്ളൂ. ആ 8 അക്ഷരത്തിന്റെ ഓരോരോ ചോദ്യം ഞാൻ ചോദിക്കട്ടെ? എല്ലാം ഞാൻ ബേബി ഗേൾ മാത്രമേ ഉള്ളൂ. ബർത്ത് ഇയർ ഓഫ് യുവർ വൈഫ്. വൈഫില്ല, അത് അങ്ങോട്ട് വേറെ വരാം.
മൊത്തം ഇന്ന് വീട്ടിൽ പോകണ്ടല്ലേ? ഏതായാലും പറ. ഏതെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അത് ബാക്കി കൃത്യമായി വീട്ടിലേക്കുള്ള ഞാൻ അയച്ചു കൊടുക്കാം. 99. 99. ഇതിപ്പോ ഉത്തരം ഞങ്ങൾക്കും അറിയില്ലാത്തോണ്ട് കുഴപ്പമില്ല, സേഫാ. ഇവിടെ അല്ല, സേഫാ. ഇവിടെ safe ആയിട്ടില്ല കാര്യം. ഈ ചോദ്യം ലോകത്ത് ഒരാളെ മാത്രമേ ബാധിക്കുള്ളൂ. അതെന്നെ മാത്രമാണോ? അതെ, എന്നെ മാത്രം. ഓക്കെ, ബേബികളുടെ ബി കഴിഞ്ഞപ്പോ ആനിവേഴ്സറി ഡേറ്റ് ഓഫ് യുവർ മാരേജ് അല്ലെ വെഡിങ്? 4th October 2021. വാവ്, അതൊക്കെ ഓർമ്മയുണ്ട് കേട്ടോ. എനിക്ക് പോലും ഓർമ്മയില്ല. 18ആണോ 19ആണോ എനിക്ക് ഇപ്പോഴും കൺഫ്യൂഷൻ. ആ, എന്റെ കഴിച്ച കല്യാണത്തിന്റെ നമ്മൾ എത്ര എണ്ണോന്നൊന്നും അറിയില്ല. ഇല്ലല്ല, ഒരാൾ ഒരു ജീവിതത്തിൽ ഒരു തവണ അബദ്ധം കാണിക്കുള്ളൂ, ഒരുപാട് തവണ കാണിക്കില്ല. അങ്ങനെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തത് ബി അല്ലേ? എളുപ്പമുള്ള ചോദ്യം. ബീച്ച് ഓർ മൗണ്ടൻസ്? വൈ? ബീച്ച് എന്ത് ചെയ്യാൻ പറ്റും? Why അവിടെ? മൗണ്ടൻസ്. വൈ? എനിക്ക് എന്താണ് മല കയറാനും പിന്നെ ഗ്രീനറി എനിക്ക് ഇഷ്ടം. ബീച്ച് ഡ്രൈ ആയിട്ടിരിക്കുന്നു, പിന്നെ നല്ല വെയിലായിരിക്കും. മലയിലും വെയിലുണ്ട്, എന്നാലും കമ്പാരിറ്റീവ്ലി മല കുറച്ചുകൂടെ മേലോട്ട് കയറുന്നതും രണ്ടിലും വെയിലല്ലേ? വെയിലുണ്ട്. എന്നാലും ഇപ്പൊ കഴിഞ്ഞ ഞാൻ ചെയ്ത പടങ്ങളെല്ലാം കാട്ടിനകത്തായിരുന്നു. ബേബികൾ മാത്രമേ സിറ്റിക്കകത്ത് വരുന്നു. ഈ ചെയ്ത മാർക്കോയും അതും ഇതിപ്പോ ചെയ്യുന്ന ഷായ് സാറിന്റെ പടവും ഇപ്പൊ ചെയ്യുന്ന പടവും എല്ലാം കാട്ടിനകത്ത്. അപ്പൊ കാടിന് ഇഷ്ടമാണ്. സ്ഥിരം കണ്ട് കണ്ട്. ട്രൂ. യുവർ ബർത്ത്ഡേ? 26 March 1992. ശരി, എളുപ്പമുള്ള അത് വയ്യല്ലേ അത്? എന്തെന്നാ? അല്ല അതല്ലേ യുവർ ബർത്ത്ഡേ. അതുകൊണ്ട് ഞാൻ വളരെ ബുദ്ധിമുട്ടി എഴുതിയ ക്വസ്റ്റ്യൻസ് നല്ല ബുദ്ധി ഉപയോഗിച്ച് എഴുതിയേക്കുന്നതാ. എന്റെ ബർത്ത്ഡേ ഇന്നാണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു. അതാണ് ഉറങ്ങാതെ വന്നിരിക്കുന്ന. അതിന് ആരെങ്കിലും ഗിഫ്റ്റ് എന്നാണ് ചുവന്ന ടിഷ്യൂസ് ഒക്കെ അല്ലേ? ഇതിൽ എവിടെയായിരുന്നു ആ ചുവന്ന ഷൂസ് ഇടാനുണ്ടായ ആ ഒരു ചേതോ വികാരം എന്തായിരുന്നു? ഞാൻ ലൊക്കേഷനിൽ ഇറങ്ങി അവിടെ പോയി വേറെ ഷർട്ടായിരുന്നു ഇട്ടിരുന്നത്, ബ്ലാക്ക് ഷർട്ടായിരുന്നു ഇട്ടിരുന്നത്. അപ്പൊ അതിട്ട് ഷൂ മാറ്റി അതിന്റെ എടുത്തിട്ട്. ഗൂഗിൾ ഓർ ചാറ്റ് GPT ലാസ്റ്റ് ആസ്ക്ഡ് ക്വസ്റ്റ്യൻ? ChatGPT. എന്തായിരുന്നു ലാസ്റ്റ് ചോദിച്ചത്? Pro 4ന്റെ റേറ്റ് നോക്കി. ചാറ്റ് ജിപിറ്റിയിലാണ് അതൊക്കെ നോക്കുന്നത്. സാധാരണ നമ്മളൊക്കെ അതിലൊക്കെ ഗൂഗിളിലല്ലേ നോക്കുക. ഗൂഗിളിൽ ചിലപ്പോ ഒതന്റിക് ആവണമെന്നില്ല. ചാറ്റ് ജിപിറ്റി ഭയങ്കര ഒതന്റിക് ആവുകൊണ്ട് കുഴപ്പമില്ല. അതിന് കുറച്ച് ബുദ്ധിയോടെ ചോദിച്ചാൽ മതി, അപ്പൊ കറക്റ്റ് ആയിട്ട് നമുക്ക് ആൻസർ. വെറുതെ അടിച്ചിട്ട് ഗീവ് പ്രൈസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് വരില്ല. ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആയിട്ട് ചോദിക്കണം. ഗ്രാമാറ്റിക്കലി അല്ല, അതിന്റെ സ്റ്റെപ്പ് ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യനോട് ചോദിക്കും. രണ്ടാം ക്വസ്റ്റ്യനും കൂടി ഉള്ള ക്ഷമ വേണം നമുക്ക്. ഇൻട്രസ്റ്റഡ് ഇൻ ബോയ്സ് ഓർ ഗേൾസ്? വെറുതെ കിടക്കട്ടെ. റൊമാൻസ് ഓർ ഹൊറർ മൂവീസ്? Both. അങ്ങനെ പറയല്ലേ, ഏതല്ലോ ഒരു സിനിമ പറയാം. എനിക്ക് രണ്ടും ഇഷ്ടാ. അതെ 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 അതെ. റൊമാൻസ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, എല്ലാവർക്കും ആൻസർ പറയാം കേട്ടോ. ആരാണ് ആദ്യം ആൻസർ പറയുന്നത് അവർക്ക് ഒരു കയ്യടി സമ്മാനമായി നൽകുന്നതായിരിക്കും. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആർക്കാണ്? അല്ലല്ലോ, സെലിബ്രിറ്റി പേരുകൾ മതി. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ഞങ്ങൾക്ക് അറിയാവുന്ന മതി. മറ്റേ അപ്പുറത്തെ വീട്ടിലെ സരയൂന്നൊന്നും പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയില്ല. സിമ്പിൾ അല്ലേ ഇത്? ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് പറയുമ്പോൾ ആദ്യ കാഴ്ചയില് നമുക്ക് പേരൊന്നും അറിയാൻ പറ്റില്ലല്ലോ. അല്ല, എല്ലാരോടും ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ഇങ്ങനെ കണ്ടിട്ടുള്ളൊരു എന്റെയാ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് മോഹൻലാൽ. മോഹൻലാലിനെ ആദ്യം കണ്ട കാഴ്ച എന്റെ ഓർമ്മയിലുള്ള എപ്പോ എപ്പോഴായിരുന്നു ആ കാഴ്ച? അത് ഓർമ്മയില്ല, അത് ഞാൻ ചോദിച്ചിട്ടില്ല. ആ ക്വസ്റ്റ്യൻ എന്തെങ്കിലും ഇല്ലല്ലോ. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് അതെനിക്ക് ഓർമ്മയില്ല. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് മോഹൻലാൽ. ബേബി ഗേൾ എന്ന് പറഞ്ഞ സിനിമയുടെ ട്രെയിലർ കണ്ടിട്ട് എനിക്ക് ടെൻഷനായി. മേ ബി എനിക്കൊരു ബേബി ഗേൾ ഉള്ളത് കൊണ്ടായിരിക്കും. ഭയങ്കര 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 സീരിയസ് ആവുന്നു, ഭയങ്കര ടെൻഷൻ ആവുന്നു. സിനിമ ത്രൂ ഔട്ട് ടെൻഷനാണോ? ഇമോഷൻസ് ആണ്. ടെൻഷനുണ്ട്, ആങ്കർ ഉണ്ട്, വിഷമം വരും, സന്തോഷം വരും, ഓവർവെൽമിംഗ് ആവും, എല്ലാം ഇമോഷണൽ ത്രില്ലർ ആയിരിക്കും. ആണ്. ഒരുപാട് ചിരിക്കാൻ എന്തെങ്കിലും എവിടെയെങ്കിലും ഒക്കെ ഉണ്ടോ? ഒരു മൊമെന്റ് പോലും ഉണ്ടോന്നില്ല. ചെറിയ ലൈറ്റായിട്ട് നമ്മളൊരു പുഞ്ചിരിയൊക്കെ വരുമായിരിക്കും, സന്തോഷം വരുമായിരിക്കും. പക്ഷെ അങ്ങനെ ഒരു കോമിക് നമ്പർ കൊണ്ടിട്ടുള്ള ഒരു ചിരി ഉണ്ടാവാൻ സാധ്യതയില്ലെന്നല്ല ഇല്ല. ആണോ? ഓ മൈ ഗോഡ്, സ്ട്രെസ് ആണ് ഇങ്ങനെ കേട്ട് കഴിയുമ്പോഴത്തേക്കും. എനിക്ക് തോന്നുന്നു വീണൊക്കെ കണ്ടു കഴിയുമ്പോൾ കണക്ട് ചെയ്യാൻ പറ്റും. ആണോ? ടേക്ക് അവേ ആണോ? സിനിമയിൽ സത്യത്തിൽ ഒരു ബേബി ഗേൾ ഉണ്ടോ? ബേബി ഗേൾ ഉണ്ട്, പക്ഷെ അവനാണോ? അവൻ ബേബി ബോയ്. ആ പടത്തിലോ ആണോ? എത്ര ദിവസമുള്ള ഗേൾ ബോയ് ആയിരുന്നു അത്? 4 ദിവസം. 4 ദിവസോ? ഓ
അയ്യോ അതാ പേടിയാ. നിങ്ങൾ ഉള്ള തന്നെയാണല്ലോ അല്ലേ പറയുന്നത്? അല്ലല്ല സീരിയസ്ലി നമ്മളുടെ ലൈൻ പ്രൊഡ്യൂസറുടെ മകനായിരുന്നു. അപ്പോ ഷൂട്ടിംഗ് സമയത്ത് ഇപ്പൊ ഞങ്ങൾ ഇങ്ങനെ പറയായിരുന്നു, അവര് ഫാമിലി നമ്മളെ അത്രയും ട്രസ്റ്റ് ചെയ്തിട്ട്, അവരുടെ ഒരു 10 മാസത്തെ വെയിറ്റിംഗ് ആണല്ലോ അയ്യോ സത്യം. അത് അവര് ട്രസ്റ്റ് ചെയ്ത് ഞങ്ങളുടെയൊക്കെ കയ്യിലേക്ക് തരികയാണ്. അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കാണ് കുഞ്ഞുങ്ങളെ എടുത്ത് ഒരു പരിചയമില്ലാത്ത രണ്ടുപേരാണ്. ഞങ്ങളാണ് പടത്തിൽ കൂടുതൽ സമയം കുഞ്ഞിനെ നോക്കേണ്ടത്. അപ്പൊ അതിന്റെ ടെൻഷൻ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഞങ്ങൾ കാരണം ഒരു ചെറിയ പോറൽ പോലും ഉണ്ടാവരുത്, പറ്റരുത് എന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു പേടി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അത്രയും ശ്രദ്ധിച്ചിട്ടുണ്ട് മൊത്തത്തിൽ സെറ്റ്. ചിലത് കുഞ്ഞിനെ ഇപ്പം മൊത്തത്തിൽ നമ്മുടെ ഷൂട്ടിംഗ് സെറ്റിലേക്ക് കൊണ്ടുവരാ എന്ന് പറയുന്ന ബുദ്ധിമുട്ടാണ്. അവനത് ഓക്കെ ആയിരിക്കില്ല എന്ന്. ശരിയാ. അപ്പൊ അതിന് ചില പോർഷൻസ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ സെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഒറിജിനൽ ലൊക്കേഷനിൽ പോയി ഷൂട്ട് ചെയ്യാന്ന് പറയുന്ന ബുദ്ധിമുട്ടായതുകൊണ്ട് അങ്ങനെയൊക്കെ മാക്സിമം സ്ഥലങ്ങള് ഞങ്ങള് ഒറിജിനൽ ലൊക്കേഷനിൽ ഷൂട്ട് ചെയ്യും. കുഞ്ഞിന്റെ പോർഷൻസ് ഷൂട്ട് ചെയ്യാൻ മാത്രം നമ്മൾ അത് സെറ്റ് ഇട്ടിട്ടുണ്ട്. ആണോ? ആ ബേബി ബോയ് എത്ര ദിവസം സിനിമയിൽ അഭിനയിച്ചു? ഓൾമോസ്റ്റ് ഒരു 45 ഡേയ്സ് എന്തോ ആയിരുന്നു ഷൂട്ട്. അതിന്റെ ഒരു 75% അവനുണ്ടായിരുന്നു. ഓ മൈ ഗോഡ്. ആ കുട്ടിക്ക് സമ്മതിക്കണം കേട്ടോ. കുട്ടിക്ക് പേരിട്ടോ? അതോടെ വേണമെങ്കിൽ പറയാം. രുദ്രാക്ഷ്. ആ രുദ്രാക്ഷ വളർന്നൊരു വലിയ നടനാവട്ടെ അല്ലേ? ആക്ച്വലി അവൻ ഭയങ്കര അടിപൊളിയായിരുന്നു. കാരണം ഇതിലിപ്പോ ഒരു മൊമെന്റ് ഒക്കെ ഉണ്ട്. ആ മൊമെന്റ് ഒക്കെ ഞാനിപ്പോ കഴിഞ്ഞ ദിവസം സിനിമ കണ്ടുള്ളൂ. അത് ഇനി സിനിമ കാണുമ്പോ എല്ലാവർക്കും മനസ്സിലാവും അത് ഫസ്റ്റ് ടേക്ക് ആയിരുന്നു. അത് അത്ര ഈസി അല്ല. ഒരു ചെറിയ കുഞ്ഞിന് അതെന്തോ ഒരു ഇൻഡ്യൂഷനോ ദൈവാനുഗ്രഹമോ വേറെ എന്തോ ഒരു സംഭവമാണ്. ഒരു ഗോഡ്സ് ടച്ച് ആണത്. അങ്ങനത്തെ ഒരു സംഭവം ഫസ്റ്റ് ടേക്കിൽ ഒരു കുഞ്ഞ് ചെയ്യാന്ന് പറയുന്നത്. പിന്നെ ഓൾമോസ്റ്റ് ഷൂട്ടിംഗ് സമയത്തൊക്കെ നമുക്ക് എന്ത് ഇമോഷനാണോ ആ സമയത്ത് കുഞ്ഞിന് വേണ്ടത് അത് ക്യാരി ചെയ്തിട്ടുള്ള കുട്ടിയാണ്. അതൊന്നും അവൻ ഒന്നും അറിയില്ലല്ലോ. അറിയാതെ അത് സംഭവിക്കാന്ന് പറയുന്നത് ഭയങ്കര മാജിക്കലാണ്. അത് സത്യമാണ്. വളരുമ്പോ അത് ആ ഇൻഡ്യൂഷൻസ് വർക്ക്ഔട്ട് ആവട്ടെ. അതെ, അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. അപ്പൊ ഏതായാലും ബേബി ഗേൾ ഈ വെള്ളിയാഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ബേബി ഗേളിന് എല്ലാവിധ ആശംസകളും. സിനിമ നല്ല വിജയമാകട്ടെ. കൂടുതൽ സിനിമാ വിശേഷങ്ങളുമായി നിങ്ങളെ വീണ്ടും കാണാൻ സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച് ഗൈസ് ആൻഡ് താങ്ക്സ് ഫോർ ടൈം. 15 വർഷത്തെ വിശ്വാസം. ഇനി വിദേശ വിദ്യാഭ്യാസം വിശ്വസ്തരിലൂടെ. നീതൂസ് സ്റ്റഡി അബ്രോഡ്.